ഉണ്ണി മുകുന്ദൻ എല്ലാ കാലത്തും വിവാദ നായകനാണ്. അദ്ദേഹത്തിനെതിരെ മുൻപ് പല ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മാനേജർ തന്നെ രംഗത്ത് വരികയാണ്. തന്നെ മർദ്ദിച്ചതായി ആരോപിച്ചാണ് ഉണ്ണി മുകുന്ദന്റെ മാനേജർ രംഗത്ത് വരുന്നത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, മറ്റൊരു സിനിമയുമായി ബന്ധപ്പെട്ട് ഈ മാനേജർ ഒരു പോസ്റ്റ് ഇട്ടു എന്നതാണ് ഈ മർദ്ദനത്തിനുള്ള കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ മാർക്കോയ്ക്ക് പിന്നാലെ വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയാണ്. കരിയറിൽ ഉയർന്നു നിൽക്കുന്ന ആ ഉണ്ണി മുകുന്ദന്റെ ഒരു തകർച്ചയായിരിക്കുമോ ഈ പ്രശ്നം കൊണ്ട് ആരംഭിക്കുന്നത്? ഇപ്പൊ വിപിൻ കുമാറാണ് മാനേജർ എന്ന് പറഞ്ഞ് സ്വയം പറയുന്ന വിപിൻ കുമാറാണ്. പക്ഷെ അദ്ദേഹം മാനേജർ ഒന്നും അല്ല എന്നുള്ളതാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. ഒരു PRO മാത്രമാണ്. കാരണം അദ്ദേഹത്തിന്റെ ചില ചലച്ചിത്രവുമായൊക്കെ ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ അറിയിക്കുന്ന ജോലിയാണ് PROകൾ സാധ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള PROമാരൊക്കെ കുറെ ഇപ്പോൾ ഒരു വ്യക്തി മാത്രമല്ല, പക്ഷെ ഇദ്ദേഹമായിട്ട് ഒരു ചെറിയ സൗഹൃദവും കൂടിയുണ്ട്. അല്ലാതെ മാനേജർ ഒന്നുമല്ല. ഉണ്ണി മുകുന്ദൻ ഇപ്പം തീർത്തും പറയുന്നുണ്ട്. വർഷങ്ങളായിട്ട് നല്ലൊരു സൗഹൃദമുണ്ട്. ഒരു പക്ഷേ ഉണ്ണി മുകുന്ദന്റെ കരിയറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതലേ ഉണ്ണി മുകുന്ദന് ഒരു സഹായമായിട്ട് വിപിൻ കുമാർ എന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ ശ്രീത്ത് ആദ്യം പറഞ്ഞതുപോലെ കുറേ വിവാദങ്ങളിലൊക്കെ ഉണ്ണി മുകുന്ദൻ പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും സംഖ്യ എന്നുള്ള തരത്തിലും പിന്നെ ഫോട്ടോ എടുക്കാൻ വന്ന ആളിനെ പിടിച്ചു മാറ്റുന്ന തരത്തിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ണി മുകുന്ദന്റെ ചില പരാമർശങ്ങൾ ഇപ്പം നമുക്കറിയാം, മാളികപ്പുറമൊക്കെ വന്നപ്പോൾ കുറെ കൂടിയൊക്കെ വിവാദമാവുകയും അതുപോലെ ആ വിവാദം പ്രസിദ്ധിയിലേക്ക് നയിക്കുകയും ചെയ്തു. മാർക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ ആരും കാണാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്, അത്രയ്ക്ക് ഇതായിട്ടുള്ള സിനിമകളാണ് എന്നൊക്കെ പറഞ്ഞ അത്തരത്തിലും കുറെ വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ വന്നിരുന്നു. പക്ഷെ ഉണ്ണിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് വളരെ ക്ഷമയുള്ള, അധികം എന്ന് സംസാരിക്കുന്നതിൽ ചില വ്യക്തതകളും നിലപാടുകളുമുള്ള അദ്ദേഹത്തിൻ്റെതായ നിലപാടുകളുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ മാറ്റുന്നത് പോലെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇരിക്കത്തൊന്നുമില്ല. സംഖ്യ എന്ന് പറഞ്ഞാൽ സംഖ്യ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം നിൽക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം, അദ്ദേഹം വിശ്വസിക്കുന്ന മതത്തെയൊക്കെ അത്തരത്തിലുള്ള നിലപാടുകൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം ഒരു ഹിന്ദു വിശ്വാസിയാണ്. ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. അതുകൊണ്ട് സംഖ്യയാണ് എന്നുള്ള തരത്തിലാണ് എല്ലാവരും പരാമർശിക്കുന്നത്. എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത്, വിവാദങ്ങളിലൊക്കെ പെട്ടിങ്ങനെ ഒരു സമാധാനപരമായിട്ട് മാർക്കോയൊക്കെ ഇച്ചിരി ഹിറ്റായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഉണ്ണി മുകുന്ദൻ ഇപ്പം മറ്റൊരു പ്രശ്നത്തിലേക്ക് വിപിൻ കുമാറിനെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ചെന്നിട്ട് താഴേക്ക് പിടിച്ചേർക്കുക, അതായത് കാർ പാർക്കിംഗ് ഏരിയയിലോട്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തെ ഉപദ്രവിച്ചു എന്നുള്ള രീതിയിലാണ്. ഉപദ്രവിക്കാനുള്ള റീസൺ വിപിൻ പറയുന്നത് നമുക്ക് ആദ്യം പറയാം. വിപിൻ പറയുന്നത്, നരിവേട്ട സ്വാഭാവികമായിട്ട് ഉണ്ണി മുകുന്ദൻ ഇപ്പം സിനിമകളൊന്നും ഇല്ല, വീട്ടിൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ കൂടെ നിൽക്കുന്നവരോടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്നോടും അത് കാണിക്കാറുണ്ട്. അത് ഇപ്പം നില തെറ്റിയ ഒരവസ്ഥയിലാണ് ഇപ്പം എന്നോട് കാണിക്കുന്നത്. അപ്പം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നിങ്ങളോട് കാണിക്കേണ്ട കാര്യം, ഇപ്പോൾ സിനിമയില്ലെങ്കിൽ നിങ്ങളോട്. അതങ്ങനെയാണ്, സ്വന്തമായിട്ട് കാണിക്കാൻ പറ്റാത്തത് ഞങ്ങൾ കൂടെ നിൽക്കുന്നവരെ കാണിക്കുക. അതുകൊണ്ട് തന്നെ കൂടെ ഇപ്പം ആരുമില്ല, എല്ലാവരും അദ്ദേഹത്തിനെ വിട്ടു പോയി. പിന്നെ ഞാൻ ഒരു സൗഹൃദത്തിന്റെ പേരിൽ നിന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എന്നോടും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കാണിച്ചപ്പോഴാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ടായത്. എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വന്ന്, ഞാൻ ഒരു PRO ഒക്കെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ നരിവേട്ട എന്ന സിനിമയ്ക്ക് ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്തിനാണ് അത്തരത്തിൽ പോസ്റ്റ് ചെയ്തതെന്നുള്ളൊരു, എൻ്റെ മാനേജറായിട്ട് ഇരിക്കെ എന്തിനാണ് പോസ്റ്റ് ചെയ്തേ എന്നുള്ളൊരു രീതിയിൽ എൻ്റെ അടുത്ത് ചോദ്യം ഉയർത്തു. അങ്ങനെ സംസാരത്തിനിടെ എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും എൻ്റെ കണ്ണാടിയൊക്കെ വലിച്ചെടുക്കുകയും അത് ചവിട്ടി പൊട്ടിക്കുകയൊക്കെ ചെയ്തു എന്നുള്ള തരത്തിലാണ്. ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ ഡോക്ടർ ഇത്തരത്തിലുള്ള ഒരു കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു. FFKയിലും അമ്മയിലും ഒക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് വിപിൻ കുമാർ പറഞ്ഞത്. പക്ഷെ ഉണ്ണി മുകുന്ദൻ അതിൻ്റെ ഒരു മറുപടി എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇന്നിപ്പം മാധ്യമങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം എൻ്റെ മാനേജർ അല്ല, ഒന്നാമത് അതാണ്, ഒരു PRO മാത്രമാണ്. അപ്പോൾ ഒരു PRO എന്നുള്ള രീതിയിൽ അയാൾ നരിവേട്ട സിനിമ പ്രൊമോഷൻ ചെയ്താലും വേറെ ഏത് സിനിമ പ്രൊമോഷൻ ചെയ്താലും അത് ഉണ്ണി മുകുന്ദനെ അറിയേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹം അത് പറയുന്നുണ്ട്, അദ്ദേഹം ഏത് സിനിമ പ്രൊമോഷൻ ചെയ്തുള്ളത് എൻ്റെ വിഷയമല്ല, ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം മറ്റൊന്നാണ്. അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിഷ്ണു, അതായത് മാർക്കോയുടെ ഞാൻ പറയാം, ഒരു മിനിറ്റ്, അതിൻ്റെ മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനുമായിട്ടാണ് ഈ കാര്യം പറഞ്ഞ്, അതായത് നേരത്തെ വിപിൻ കുമാറുമായിട്ട് മറ്റൊരു കാര്യവുമായി അത് ഏത് കാര്യമാണെന്നുള്ള പറയുന്നില്ല, മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തമ്മിലുള്ള വഴക്കുണ്ടായിരുന്നു. അത് തീർക്കാൻ വേണ്ടിയിട്ട് മേപ്പടിയാൻ സിനിമയുടെ സംവിധായകനുമായിട്ട് ഞാൻ ഇത്തരത്തിൽ അയാളെ കാണാൻ പോയി ചെന്ന്. അപ്പം ഇതിന് മുന്നോടിയായിട്ട് ഈ വിപിൻ കുമാർ ഉണ്ണി മുകുന്ദനെ പുറമെ ആക്ഷേപിക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് എന്തിനെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളുമായിട്ട് വിപിൻ കുമാറിനെ കാണാൻ പോയത്. അത് അവിടെ വെച്ച് സോൾവ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത്.
അപ്പം ചെന്ന് കണ്ണാടിയൊക്കെ വെച്ചുകൊണ്ടാണ് വിപിൻ കുമാർ വന്നത്. അപ്പൊ എന്തിനാണ് താങ്കൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്, അല്ലെ എന്നെ പറ്റി എന്തിനാണ് ഇങ്ങനെ തെറ്റായ പ്രചരണങ്ങളൊക്കെ നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോൾ കുനിഞ്ഞു നിൽക്കുകയാണ് ചെയ്തത്. അപ്പം പറഞ്ഞു കണ്ണാടി എടുത്ത് മാറ്റി മുഖത്ത് നോക്കി സംസാരിക്കുന്നു പറഞ്ഞു. നീ കള്ളം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ മുഖത്ത് നോക്കി സംസാരിക്കും എന്ന് പറഞ്ഞപ്പോൾ മാറ്റാതിരുന്നു. അപ്പൊ കണ്ണാടി എടുത്ത് വലിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ശരി. അല്ലാതെ ഞാൻ അദ്ദേഹത്തിനെ ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ CCTV ഉള്ള സ്ഥലത്ത് തന്നെയാണ് നിന്നിട്ടുള്ളത്. അത് പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പൊ കാരണം ഉണ്ണി മുകുന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. ദേഷ്യത്തിന് കണ്ണാടി എടുത്ത് ചവിട്ടി പൊട്ടിച്ചു എന്നല്ലാതെ അദ്ദേഹത്തിന് ഉപദ്രവിച്ചിട്ടില്ല. അത് CCTV പരിശോധിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളത്. അപ്പൊ അത് ഈ അടിച്ചു എന്നുള്ളത് തെറ്റായ ഒരു പ്രചരണമാണ്. പിന്നെ രണ്ടാമത്തെ, ഇദ്ദേഹത്തിന് തെറ്റായിട്ട് പ്രചരിപ്പിക്കുന്നു. ഇദ്ദേഹത്തിന് സിനിമയില്ല, ഇദ്ദേഹം വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുകയാണ്, ഇദ്ദേഹത്തിന്റെ ഇപ്പം ഗോകുലവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമ ഇറങ്ങാനിരുന്നത് ഗോകുലം അതിൽ നിന്നും പിന്മാറി എന്നൊക്കെയുള്ള തരത്തിലാണ് വിപിൻ കുമാർ പറഞ്ഞത്. പക്ഷെ ഉണ്ണി മുകുന്ദനെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയൊരു വിജയമായിരിക്കും. അപ്പം വിപിൻ ഇത് പറഞ്ഞതിൽ എന്തുമാത്രം ഇതുണ്ട്, അത് അദ്ദേഹത്തിന്റെ ഒരു ഇമേജിനെ ബാധിക്കാൻ തക്ക രീതിയിൽ വ്യക്തിവൈരാഗ്യമായിരിക്കാം. അത് മാത്രമല്ല, അത് തന്നെയാണ് ഉണ്ണി മുകുന്ദൻ ചോദിക്കാനും ചെന്നത്. പല രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നു, എന്റെ ഇമേജിന് കോട്ടം തട്ടുന്ന രീതിയിൽ താങ്കൾ എന്തിനാണ് ചെയ്തത്, ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചോദിക്കാനും ചെന്നത്. അപ്പൊ PRO ആണല്ലോ, സ്വാഭാവികമായിട്ട് അവർ ഡിജിറ്റൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്നവർ തെറ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുത്താറുണ്ട്. നടന്മാർക്ക് സപ്പോർട്ട് നിൽക്കുന്നവരുണ്ട്, ക്യാരക്ടേഴ്സിന് സപ്പോർട്ട് നിൽക്കാത്തവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചില ഇതിനകത്ത് കളികളുണ്ടല്ലോ, ഇപ്പോൾ രാഷ്ട്രീയ കളികൾ പോലെ തന്നെ ഇതിനകത്തും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്ന എന്തിന് എന്നുള്ള ചോദ്യം അത് കോംപ്രമൈസ് ചെയ്യാനും, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഈ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വർക്ക് ചെയ്യുന്നവരെ, ഇങ്ങനെയൊക്കെ ഉള്ളവരെ സമാധാനിപ്പിച്ച ഒരു രീതി. ഒരുപക്ഷെ ആറാട്ടം തന്നെ പോലും ഇവർക്കൊക്കെ പേടിയായിരിക്കും. കാരണം ഇവന്മാരൊക്കെ കൊണ്ടുവന്ന് പബ്ലിസിറ്റി ചെയ്ത ഒരു ഇത്രയും പേര് കാണുന്നതാണ്. ചിലവരെങ്കിലും കുറച്ചുപേരെങ്കിലും അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ ഇവരൊക്കെ ഇങ്ങനെയുള്ളവരാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകൾ അവർക്ക് നന്നായിട്ട് അവരുടെ ഇമേജിനെ കോട്ടം തട്ടും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഡീല് ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം കൂടെ ഇപ്പം ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. അപ്പൊ ഉണ്ണി മുകുന്ദനെതിരെ ഇപ്പോൾ ഒരുപാട് മാർക്ക് ഇറങ്ങിയതിനു ശേഷം ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കരിയോഗ്രാഫ് ഒന്നും താഴോട്ടല്ല, അദ്ദേഹത്തിന് ഒരുപാട് സിനിമകളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ തിരക്കുകളാണ്. മാർക്കോ ഒരു സിനിമ വലിയൊരു ഇമ്പാക്റ്റാണ് അദ്ദേഹത്തിന് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ ഇമേജിന് കോട്ടം വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. എന്ത് തന്നെയാലും മാനേജർ ഒന്നുമല്ല ഇപ്പൊ അദ്ദേഹം കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നു. മാത്രമല്ല, ഇദ്ദേഹത്തിന് മുൻപും ഒരു നടി ഇത്തരത്തിൽ നടിയോട് തെറ്റായിട്ട് സംസാരിച്ചു, തെറ്റായി ബിഹേവ് ചെയ്തു എന്നുള്ള തരത്തിൽ കേസുണ്ട്. അല്ലെ, ഉണ്ണി മുകുന്ദൻ ഇപ്പോൾ ന്യായീകരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള മുൻ പരാതികൾ അദ്ദേഹത്തിനെതിരെ നിരന്തരം വരുന്നത് പതിവാണ്. ലൈംഗികാരോപണം ഉൾപ്പെടെയുള്ള വിവാദങ്ങളിൽ എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു നടനാണ്. അപ്പോൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ ഉണ്ണി മുകുന്ദന്റെ ഭാഗത്ത് തെറ്റുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. ഇപ്പം ഉണ്ണി മുകുന്ദൻ പറയുന്ന അടി കൊടുത്തിട്ടില്ല, CCTVയുടെ ഫ്രണ്ടിൽ നിന്നാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ അടി കൊടുത്തോ എന്നുള്ളതും അറിയത്തില്ല. കാരണം ഉണ്ണിയുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമ്മൾ കണ്ടതാ, ഒരിക്കൽ റീല് ഫോട്ടോ എടുക്കാൻ വന്ന ആളിനെ പിടിച്ച് തട്ടി മാറ്റുന്നതും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ദേഷ്യം ഒന്നും കൊടുത്തിട്ടുണ്ടോന്നും അറിയത്തില്ല. പക്ഷെ ഉണ്ണി പറയുന്നത് ഇല്ല, ഇങ്ങനെ തെളിവുകളുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ ഇത്തരത്തിൽ ചോദിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. തെറ്റായ പ്രചരണം നടത്തുന്നു, തൻ്റെ ഇമേജിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ്. എന്ത് തന്നെയാലും ഇതൊരു കേസിലേക്കാണ് പോകുന്നത്. FFKയിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അത് അന്വേഷണങ്ങളൊക്കെ വരും. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ ഇദ്ദേഹം കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നുള്ള തരത്തിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലാണെങ്കിൽ ഇപ്പൊ ബിബിൻ പറഞ്ഞ മറ്റുള്ള കാര്യങ്ങളുണ്ട്. ഇതിനു മുമ്പേ ഉണ്ണിയുടെ കൂടെ നിന്ന പലർക്കും ഇതേ അനുഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത്. അപ്പം അവരെയും ചോദ്യം ചെയ്ത് അവരും പറയുമല്ലോ ഇങ്ങനെയാണോ ഉണ്ണി മുകുന്ദൻ എന്നുള്ളത്. അപ്പൊ കൃത്യമായിട്ടുള്ള സാധാരണ നമുക്കറിയാം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നുള്ള രീതിയിൽ ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണി മുകുന്ദൻ. കാരണം ചെറിയ ചെറിയ സിനിമകളിലൂടെയും ഈ ഉണ്ണിയുടെ ഒരു ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്, പട്ടിണി വരെ ഒരുപാട് കടന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ സ്വയം, നിനക്ക് എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിക്കൂടെ എന്നുള്ള തരത്തിൽ ആ രീതിയിൽ ഉയർന്നു വന്ന ഒരാളാണ്. ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് അമ്മ വളർത്തിയ ഒരു മകൻ, അല്ലെങ്കിൽ ആ രീതിയിൽ ഉയർന്നു വന്ന ഫീൽഡിൽ ഒറ്റയ്ക്ക് പടവെട്ടി വന്ന ഒരു വ്യക്തി തന്നെയാണ് ഉണ്ണി. സാധാരണ നിലയിൽ നിന്ന് വന്നപ്പോൾ അതിൻ്റെതായ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ണി ആദ്യമൊക്കെ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയൊരു ഇമേജ് ഉണ്ണി മുകുന്ദൻ എന്നൊരു നടനിലേക്ക് എത്താൻ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തകർക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം
അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടാറില്ല. അദ്ദേഹത്തിന് സൗഹൃദങ്ങളും വളരെ ചുരുക്കമായിട്ടുള്ള സൗഹൃദങ്ങളേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ഒരുപാട് സൗഹൃദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈവൻ സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും പുള്ളി കൈകാര്യം ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. ഇപ്പം അദ്ദേഹം പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ പലർക്കും അതിശയമാണ്. കാരണം അദ്ദേഹം സ്ത്രീകളോട് ഇടപെടുന്ന രീതിയൊക്കെ നമുക്കറിയാം. ഒരുപാട് പെൺകുട്ടികൾക്ക് ഇദ്ദേഹത്തിന് ഇഷ്ടമാണെന്ന് പറഞ്ഞു വന്നാൽ പോലും അദ്ദേഹം അതിൽ നിന്ന് പാടെ മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്പം ആക്ടേഴ്സൊക്കെ വന്ന് ഈവൻ സിനിമ ഷൂട്ടിങ്ങിന് ഇടയിൽ പോലും ചില രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ അദ്ദേഹത്തിന് ഭയങ്കര മടി ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പൊതുവേ ഒരു സ്ത്രീകളിൽ നിന്നൊക്കെ കുറച്ച് വിട്ടു നിൽക്കുക, എന്നാൽ സൗഹൃദങ്ങൾ, സ്ത്രീ സൗഹൃദങ്ങൾ നല്ല രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഉണ്ണി മുകുന്ദൻ. അപ്പം പെട്ടെന്ന് ഒരു ക്ഷമയുണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരവും അല്ലെങ്കിൽ പ്രകൃതവും ഒക്കെ നമുക്ക് കാണുമ്പോൾ വളരെ ക്ഷമയോടെയാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത്. ആ ക്ഷമ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ എത്തിക്കാനും സാധിച്ചത്. പക്ഷേ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഇമേജിന് കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തി ചിലപ്പോൾ പിടിച്ചു നിർത്തി ചോദിച്ചു കാണും, ചിലപ്പോൾ കൊടുത്തൊന്നും ഇരിക്കും. നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും CCTVയുടെ ഫ്രണ്ടിൽ നിന്നാണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. എന്തായാലും ഇന്നോ നാളെയൊക്കെ ആയിട്ട് അന്വേഷണങ്ങളൊക്കെ വരും. അന്വേഷണം വരുമ്പോൾ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും അറിയാം.